നമസ്കാരം. ആയുർവേദത്തിലെ ഒരു മഹത്തരമായ ഔഷധമായ ത്രിഫലയെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ വന്നിരിക്കുന്നത്. പേര് പോലെ തന്നെ ത്രിഫല എന്ന് പറയുമ്പോൾ 3 ഫലങ്ങൾ കടുക്ക, നെല്ലി, താന്നി എന്നിവയുടെ തോട് ഉണക്കി പൊടിച്ചെടുക്കുന്ന ഒരു ഔഷധമാണ് ത്രിഫല. ത്രിഫലയുടെ പല ഫോർമുലേഷൻസും നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ത്രിഫല ടാബ്ലറ്റ്, ത്രിഫല സിറപ്പ്, ത്രിഫല ചൂർണം, ത്രിഫല കേരം എന്നല്ലാതെ പല ഔഷധങ്ങളുടെയും ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ത്രിഫല വരുന്നുണ്ട്. ആരോഗ്യമുള്ളൊരു മനുഷ്യന് ആരോഗ്യം നിലനിർത്താനും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു രസായന എഫക്റ്റായിട്ട് നമുക്ക് ത്രിഫല ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രതിരോധശേഷി കൂട്ടാനും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറന്തള്ളാനും ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ ഈ ത്രിഫല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒട്ടനവധി അസുഖങ്ങളായ നമ്മുടെ മെയിൻ വില്ലനായ ഷുഗർ, ബ്ലഡ് പ്രഷർ എന്നിവയുടെ അസുഖങ്ങളെ നമ്മൾ മറ്റ് മരുന്നുകൾ സേവിക്കുന്നതോടൊപ്പം തന്നെ ഇത് കഴിക്കുന്നത് വഴി ആ രോഗത്തിൻ്റെ വ്യാപ്തിയെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ മുഖത്തുണ്ടാവുന്ന ചെറിയ കുരുക്കൾ, പാടുകൾ എന്നിവയൊക്കെ ഇതിൻ്റെ കഷായം കൊണ്ട് മുഖം വാഷ് ചെയ്യുന്നതോ ലേപനമായിട്ട് അതിൻ്റെ പൊടിയെ ചൂർണത്തെ ലേപനമായിട്ട് യൂസ് ചെയ്യുന്നത് വഴി ഈ പാടുകളും കുരുക്കളുമൊക്കെ കുറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ഇഷ്യൂ, മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂവായ കോൺസ്റ്റിപ്പേഷനെ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ത്രിഫല ചൂർണം ചേർത്ത് ഡെയിലി രാത്രി ഉറങ്ങുന്നതിന് മുന്നേ സേവിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ അൾസറേറ്റീവ് ഡിസീസസ്, അതായത് ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്കിൻ ചൊറിച്ചിലോ അങ്ങനെ എന്ത് അൾസർ റിലേറ്റഡ് ഇഷ്യൂസിലും ഈ കഷായം, ത്രിഫലയെ കഷായം വെച്ച് ക്ഷാളനമായിട്ട്, അതായത് നമ്മളുടെ എവിടെയാണോ അൾസർ ഉള്ളത് അവിടെ ഒരു വാഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ വ്രണം ഉണങ്ങുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വായ്ക്കകത്തുണ്ടാവുന്ന അൾസേഴ്സ്, മോണയിലുണ്ടാവുന്ന പസ്, പല്ല് വേദന, അതായത് വായ്ക്കകത്തുണ്ടാകുന്ന ഒട്ടനവധി രോഗങ്ങളെ നമുക്കിത് കഷായം വെച്ച് കവിൾ കൊള്ളുകയോ അല്ലെങ്കിൽ ഈ ചൂർണത്തെ തേനോടൊപ്പമോ അല്ലെങ്കിൽ തൈരിനോടൊപ്പമോ ചേർത്ത് ഈ നമ്മുടെ ഈ അൾസറുള്ള സ്ഥലത്ത് വയ്ക്കുമ്പോൾ അത് വ്രണം ഉണങ്ങുന്നതായിട്ട് കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഈ ത്രിഫലയെ ഒട്ടനവധി അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ത്രിഫല എന്നുള്ള മഹത് ഔഷധത്തെ ഉപയോഗിച്ച് വരുന്നു.